ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ലെയർ കട്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലെയർ കട്ട് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലെയർ കട്ട് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓക്കെയാണ്. എനിക്കിപ്പം അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ ആ ഒരു ചുരുണ്ടമുടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കെട്ടി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊരു 6 മന്തിൻ്റെ അറൗണ്ട് 6 മന്ത് കിട്ടും വിചാരിക്കുന്നത്, അങ്ങനെ കിട്ടും കരുതുന്നു. ബട്ട് ഓക്കെയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഭയങ്കര അത് കേളി ഹെയറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് കുറച്ചൊരു ചെറിയൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ ഈ രീതി ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണ്. അപ്പോൾ നമുക്ക് ഹെയർ വാഷിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ എത്ര ടൈം ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെത് ഒരു എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ അല്ല, എന്നാലും എൻ്റെ ഇവിടേക്ക് അത്ര ഡ്രൈനെസ് ഉണ്ടാവില്ല, താഴേക്ക് വരുമ്പോഴേക്കും കുറച്ചിട്ട് ഡ്രൈനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ, നമ്മൾ ഓരോ ടൈപ്പ് ഹെയറും അതിനനുസരിച്ചിട്ടാണ് വിൻഡോ കടയുന്നുണ്ട് കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടൈപ്പ് ഹെയറിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് മാറ്റാൻ വേണ്ടി വരും. പിന്നെ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൂടി വരുന്നത്. ഇതും കൂടെ നോക്കിയിട്ട് വേണം നമ്മളെ ഹെയറിന് എങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ആഴ്ച നമ്മൾ എത്ര ടൈം വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മളെ നോർമലായിട്ട് വരുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ വാഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആണ്, ഇവിടെ മുതലേ ഡ്രൈ ആണ്, അങ്ങനത്തെ ഫുൾ നിങ്ങൾക്ക് എത്ര മുടിയാണോ വിളിച്ചത്, എത്ര മുടിയാണ് എത്ര മുടിയാണോ നിങ്ങൾ അത് മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് ഒരു എക്സ്ട്രാ ഡ്രൈ അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി, ഒരു വേവി ടൈപ്പ്, കേളി ടൈപ്പ്, എന്ത് ടൈപ്പ് ഹെയർ ആണെങ്കിൽ തിന്നായിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾ ആഴ്ചയിൽ 2 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യാതെ. പിന്നെ നമ്മൾ ഈ ഒരു ഷാമ്പൂ വാഷ് റെഗുലറായിട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പൂ വാഷ് ചെയ്താൽ മതി. അതും ഭയങ്കര ഹാഷ് ആയിട്ടുള്ള പാരബൻ ഒന്നുമുള്ള ഈ ഒരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആണ് ഉപയോഗിക്കാൻ വേണ്ടി. ഒരിക്കലും ഈ പാരബൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമുള്ള ഷാമ്പൂ ഈ പ്രത്യേകിച്ച് ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു സെക്കൻഡ് ടൈപ്പ് ഹെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടേക്ക് കുറച്ചൊരു ഓയിലി ടെക്സ്ചർ ചെയ്യും, താഴേക്ക് വരുമ്പോഴേക്ക് കുറച്ചുകൂടി, അതായത് ആ ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു ഒരു B to B3 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ വാട്ടറോ അല്ലെങ്കിൽ ബോർവെൽ വാട്ടറോ അങ്ങനെ ഈ കുഴൽക്കിണറിന്റെ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ട് ഇഷ്യൂസ് നമ്മുടെ ഹെയറിന് വരും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾ ഈ ഒരു ഹെയർ വാഷ് ഇങ്ങനത്തെ ഒരു വെള്ളത്തിലാണ് ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ 2 ടൈപ്പ് ഹെയർ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ നമ്മൾ ബോട്ടിൽ വെള്ളമല്ലേ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അതിനായിട്ട് നമുക്ക് വേറെ രീതിയിൽ അതിന് മാത്രം വേണ്ടിയിട്ട് വെള്ളം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ഒരു വൈറ്റായിട്ട് മുടി ഒഴിച്ചിട്ട് ഭയങ്കര താരം വരിക അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഭയങ്കര ഓയിൽ ആയിട്ടുള്ള സ്കാൽപ്പ് ഓയിലാണ്, ഹെയർ മൊത്തത്തിൽ ഓയിലാണ്, എപ്പോഴും ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള ഹെയർ ആണെങ്കിൽ, ഈ ഒരു ഡ്രൈ ഫ്രിസി ടൈപ്പ് ഒരു ഹെയർ ആണെങ്കിൽ അത്ര ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഹാഫ് ഒരു ഓയിലി ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്താത്ത പ്രശ്നം കൊണ്ടാണ്. നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെയറിന്റെ അറ്റം വരെ എത്താത്തതിനെ കൊണ്ടാണ് ഒരു ഹാഫ് ഫ്രിസി ആയിട്ട് നിൽക്കുന്നത്. മറ്റേത് പറയുന്നത് കംപ്ലീറ്റ് ഓയിലി ടൈപ്പ് ഹെയർ ആണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വാഷ് ചെയ്യുന്നത്. ഈ റെഗുലറായിട്ട് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ വെച്ചാൽ ക്ലോറിൻ വാട്ടറോ അല്ലെങ്കിൽ ബോർവെൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കൂടി എന്തായാലും കുഴിക്കും. അത് വേറൊരു കാര്യം. നമ്മൾ വെച്ചാൽ ഈ ഭയങ്കരമായിട്ട് ഹെയറിൽ നമ്മൾ ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് ഒട്ടും നല്ലതല്ല. നല്ല രീതിയിൽ മുടി ഒഴിയാൻ തുടങ്ങും. നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ മുടി ഒഴിച്ചിട്ട് കാണുന്നില്ല. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ മുടി ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ ചൂടുവെള്ളത്തിൽ കഴുകുന്ന ആളുകളാണ് അത് കുറയ്ക്കുക. നിങ്ങൾ വെച്ചാൽ അങ്ങനെ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് ഭയങ്കര വെള്ളത്തിൽ തന്നെ കുളിക്കാന്നുള്ള കുറച്ചും കൂടി ആ ഒരു ടെമ്പറേച്ചർ കുറച്ചിട്ട് അത്യാവശ്യം ഒന്ന് തണുപ്പിച്ചിട്ട് വേണം വരാം. എന്നിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. നമുക്ക് ഇത്രയും രീതിയിലുള്ള ഹെയർ ഫോള് ഒരിക്കലും വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഇനിയുള്ളത് നമ്മൾ എന്താ വെച്ചാൽ, നമ്മുടെ രീതികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഹെയർ വാഷ് നടന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, ഇനിയിപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റ് ആയിട്ട് ഡെയിലി ജോലിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര ഡസ്റ്റ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന ഒരു സ്കാൽപ്പാണ് നിങ്ങൾ വേർത്തിട്ട് ഭയങ്കര ഒലിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടാവില്ല, ഭയങ്കര വേർത്ത് ഒലിക്കുന്ന ആളുകളുണ്ടാവില്ല. അങ്ങനത്തെ സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നന്നാവും. എന്താ കാര്യം വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ കൂടുതൽ പൊടി അടിയുക, പിന്നെ അത് ഫംഗസ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ഡാൻഡ്രഫ് വരും. നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് ഡാൻഡ്രഫ് വരുന്ന ഒരു അവസ്ഥ, ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഡാൻഡ്രഫ് വരുന്ന ടൈപ്പ് ഹെയറും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആളുകളാണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യുക. അവിടെയും ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷാമ്പൂവിന്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിലും ഒരു നമ്മളെ ഒരു എന്താ പറയുക കണ്ടീഷണർ ബോട്ടിൽ എടുക്കുകയാണെങ്കിലും അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഇത്ര ടൈം ഇത് യൂസ് ചെയ്യണം, അതിന്റെ റിസൾട്ട് അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് നേരം ഒരു സാധനം യൂസ് ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടാൻ പറ്റില്ല. നിങ്ങൾ എന്താ വെച്ചാൽ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാതെ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഷാമ്പു ആണെങ്കിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ
ഷവറിൽ ആണ് കഴുകുന്ന ആൾ, ഹെയർ വാഷ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഇവിടെ നല്ല വെയിറ്റ്, നമ്മൾ ഈ ഒരു ഷവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണല്ലോ കൂടുതൽ വരിക. അപ്പൊ ഇവിടേക്ക് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ആ ഒരു ഫോഴ്സിൽ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പം ഈ മുടി കൊഴിഞ്ഞ് കൂടുതൽ മുടി കൊഴിച്ചിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഈ ഒരു ചിലതിൽ മുടികൾക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്നൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നത് ഈ ഒരു കാരണം കൂടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഹെയർ വാഷ്. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹെയർ വാഷ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്, ഭയങ്കരമായിട്ട് വേർക്കുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും റെഗുലർ ആയിട്ട് ഹെയർ വാഷ് ചെയ്തോളാം. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരു ഹെയർ വാഷ് എന്ന് മാത്രമല്ല ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് ദെൻ ഹെയർ വാഷ് കഴിഞ്ഞ് ഷാമ്പു കണ്ടീഷണർ വെച്ച് ഹെയർ വാഷ് കഴിഞ്ഞ് അത് ഉണക്കി മുടി ഒന്ന് സെറ്റ് ആയിട്ട് വെക്കുന്ന വരെ നമ്മൾ ഒരു ഹെയറിന്റെ പ്രോസസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അല്ല നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നൊരു ഫോൾട്ട് ആക്കി കഴിഞ്ഞാൽ അത് നമ്മളെ മുടിക്ക് തന്നെയാണ് അത് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജെന്റിലായിട്ട് അപ്ലൈ ചെയ്യുക, ഭയങ്കര നെഗുള്ളതാണെങ്കിൽ നിങ്ങൾ അത്രയും ഭയങ്കര ഹാർഡായിട്ട് അപ്ലൈ ചെയ്യരുത്. പിന്നെ അതിന് പറ്റിയ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ വെള്ളം ശ്രദ്ധിക്കണം, വെള്ളം ശ്രദ്ധിക്കുക, അതിന്റെ ഫോഴ്സ് ശ്രദ്ധിക്കണം, അത് കറക്റ്റായിട്ട് നോക്കുക. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഹെയർ തോർത്തുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് ഇങ്ങനെ തുറക്കരുത്, ഇങ്ങനെ ഒരു കുത്തി ഇളക്കി തോർത്തരുത്, ജസ്റ്റ് ഒപ്പി എടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഡ്രൈ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മളെ ഹെയറിലേക്ക് ഡ്രയർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആ നോർമൽ നമ്മൾ ആ ഒരു കോട്ടിങ് മൊത്തം ബ്രേക്കേജ് ആവാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം ഡ്രൈ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡ്രയർ യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് മാത്രമേ ഉള്ളൂ നമ്മളൊരു ഹെയർ കെയർ അല്ലെങ്കിൽ ഒരു ഹെയറിന്റെ പ്രോസസ്സ് കഴിയുന്നുള്ളത് നമ്മളത് കോംബ് ചെയ്ത് കെട്ടി വെക്കുന്ന രീതിയിലേക്ക് വരെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഹെയർ വാഷിന്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് അടിക്കാവുന്നില്ല. നിങ്ങളുടെ ഹെയർ ഏതാണ്, നിങ്ങളുടെ സ്കാൽപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രൈ ഹാഫ് ഡ്രൈ ആയിട്ടും മൊത്തത്തിൽ ഓയിൽ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.